നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആസിഡുകളും ആൽക്കലി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് സൾഫ്യൂരിക് ആസിഡ് പഠിച്ചു അല്ലേ. സൾഫ്യൂരിക് ആസിഡ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈട്രിക് ആസിഡ് ആണ്. ഇതാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. നമ്മുടെ പ്രോട്ടീൻ്റെ പ്രസൻസ്, പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. നൈട്രിക് ആസിഡ് അറിയപ്പെടുന്നത് അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ്. രണ്ടാമത്തെ അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡ്. ഇനി നോക്കാം, ഈ വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് തന്നെയാണ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഇനി നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കും. അപ്പോൾ അത് നമ്മളൊരു യൂസ് ആയിട്ടും പറയാം. എന്താണ്? സ്വർണത്തിന്റെ ശുദ്ധത, അതിന്റെ പ്യൂരിറ്റി അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ടും എന്താണ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന ആ പ്രക്രിയക്കാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന ആ നിർമ്മാണ പ്രക്രിയക്ക് അറിയപ്പെടുന്ന പേരെന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നറിയപ്പെടുന്നു. ഓക്കെ. ഇനി നമുക്ക് ഈ നൈട്രിക് ആസിഡിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഇത് നിറമില്ലാത്ത ദ്രാവകമാണ് നൈട്രിക് ആസിഡ്. ഫസ്റ്റ് പോയിന്റ് എന്താണ് സവിശേഷതയിൽ? നിറമില്ലാത്ത ദ്രാവകം. നിറമില്ലാത്ത ദ്രാവകമാണ് ഇത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം, ഗാഢ നൈട്രിക് ആസിഡ് വീര്യമേറിയ ഒരു ഓക്സികാരിയാണ്. ഗാഢ നൈട്രിക് ആസിഡ് വീര്യമേറിയ ഒരു ഓക്സികാരിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഗാഢ ആസിഡുകൾ ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതൊക്കെ ഏതാണ്? നമ്മൾ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഗാഢ ആസിഡുകളാണ്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡുകളാണ് അല്ലേ. അപ്പം അങ്ങനെ ഗാഢ ഈ നൈട്രിക് ആസിഡ് വീര്യമേറിയ ഒരു ഓക്സികാരിയാണ്. എന്താണ്? വീര്യമേറിയ ഒരു ഓക്സികാരിയാണ്. ഇവിടെ നോക്കാം, സ്വർണം, പ്ലാറ്റിനം എന്നീ ഉത്കൃഷ്ട ലോഹങ്ങളെ ഒഴികെയുള്ള മറ്റു മിക്ക ലോഹങ്ങളുമായിട്ടും എന്ത് ചെയ്യുന്നു? നൈട്രിക് ആസിഡ് പ്രവർത്തിക്കുന്നു. നൈട്രിക് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ മറ്റു ലോഹങ്ങളൊക്കെ ആയിട്ട് നൈട്രിക് ആസിഡ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് നിഷ്ക്രിയമാകുന്നു. എന്താ പറഞ്ഞത്? സ്വർണം, പ്ലാറ്റിനം എന്നീ ഉത്കൃഷ്ട ലോഹങ്ങൾ ഒഴികെ മറ്റു മിക്ക ലോഹങ്ങളുമായും ഇത് പ്രവർത്തിക്കുന്നു. ഗാഢ ലോഹങ്ങളുമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഓക്കെ. ലോഹങ്ങളുമായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ചില ലോഹങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അയണും, ക്രോമിയം, അലൂമിനിയം ഇതുപോലെയുള്ള ചില ലോഹങ്ങൾ ഗാഢ നൈട്രിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ നിഷ്ക്രിയമാകുന്നു. ഇത് നമ്മൾ പറഞ്ഞു, ചില ലോഹങ്ങളുമായിട്ട് ഇത് പ്രവർത്തിക്കുമ്പോൾ എന്താണ്? നിഷ്ക്രിയമാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. അത് ഏതൊക്കെയാണ്? ചില ലോഹങ്ങൾ. ഏതൊക്കെ ലോഹങ്ങളാണ് അതിൽ വരുന്നത്? അയണും, ക്രോമിയം, അലൂമിനിയം എന്നീ ലോഹങ്ങൾ ഗാഢ നൈട്രിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിഷ്ക്രിയമാകുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ്, ഗാഢ നൈട്രിക് ആസിഡ് ഈ അലോഹങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും ഓക്സീകരിക്കുന്നു. അലോഹങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും ഓക്സീകരിക്കുന്നു. അപ്പോൾ ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. നിറമില്ലാത്ത ദ്രാവകം. നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന നിറമില്ലാത്ത ദ്രാവകം. ഗാഢ നൈട്രിക് ആസിഡ് വീര്യമേറിയ ഒരു ഓക്സികാരിയാണ്. ഇവിടെ സ്വർണം, പ്ലാറ്റിനം എന്നീ ഉത്കൃഷ്ട ലോഹങ്ങൾ ഒഴികെ മറ്റു മിക്ക ലോഹങ്ങളുമായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. സ്വർണം, പ്ലാറ്റിനം എന്നീ ഉത്കൃഷ്ട ലോഹങ്ങൾ ഒഴികെയുള്ള മറ്റു ലോഹങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് പ്രവർത്തിക്കുന്നു. ഇനി നോക്കാം ചില ലോഹങ്ങൾ ഏതൊക്കെ? അയണും, ക്രോമിയം, അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങൾ ഗാഢ നൈട്രിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവ നിഷ്ക്രിയമായി പോകുന്നു.
ഓക്കെ. ഇനി ഗാഢ നൈട്രിക് ആസിഡ് അലോഹങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും എന്ത് ചെയ്യുന്നു? ഓക്സീകരിക്കുന്നു. അലോഹങ്ങളെയും അതുപോലെ തന്നെ അവയുടെ സംയുക്തങ്ങളെയും ഓക്സീകരിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് നൈട്രിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അമോണിയം നൈട്രേറ്റും സ്ഫോടക വസ്തുക്കൾക്കും കരിമരുന്ന് പ്രയോഗത്തിനും ആവശ്യമായ മറ്റ് നൈട്രേറ്റുകളും നിർമ്മിക്കാൻ വേണ്ടി നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു യൂസ് എന്താണ്? വളങ്ങൾക്ക് ആവശ്യമായ അമോണിയം നൈട്രേറ്റും സ്ഫോടക വസ്തുക്കൾക്കും കരിമരുന്ന് പ്രയോഗത്തിനും ആവശ്യമായിട്ടുള്ള മറ്റ് നൈട്രേറ്റുകളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മിനുസപ്പെടുത്തുന്നതിനും ലോഹങ്ങളിലെ ചിത്രീകരണത്തിനും ഈ ലോഹങ്ങളിലുള്ള ആലേഖനം ചെയ്തിട്ടുള്ള ഓരോ ചിത്രത്തിലും രൂപചിത്രത്തിനും റോക്കറ്റ് ഇന്ധനങ്ങളിലുള്ള ഓക്സികാരിയായിട്ടും നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ മിനുസപ്പെടുത്തുന്നതിനും ലോഹങ്ങളിലെ രൂപചിത്രത്തിനും റോക്കറ്റ് ഇന്ധനങ്ങളിലെ ഓക്സികാരിയായിട്ടും നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് സ്വർണം ശുദ്ധീകരിക്കുന്നതിന്. നമ്മളിവിടെ പറഞ്ഞല്ലോ സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കാൻ, അതായത് സ്വർണം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഈ ലോഹങ്ങളിൽ അക്ഷരങ്ങളും ചിത്രങ്ങളും ഒക്കെ ആലേഖനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ലോഹങ്ങളിൽ അക്ഷരങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ആണ് ഉത്കൃഷ്ട ലോഹങ്ങളെ ലയിപ്പിക്കുന്ന അക്വാറീജിയ നിർമ്മിക്കുന്നതിന്. നമ്മൾ അക്വാറീജിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉത്കൃഷ്ട ലോഹങ്ങളെ ലയിപ്പിക്കുന്ന അക്വാറീജിയ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ നമ്മൾ ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അതൊരു ടേബിളിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്ന? ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതുപോലെ ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ആസിഡുകൾ കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഓക്കെ. ഇനി നമ്മളപ്പോൾ എന്താണ് നമ്മൾ നൈട്രിക് ആസിഡ് എന്താണെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 പോയിന്റ്സുകളൊക്കെ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ അതിൻ്റെ സവിശേഷതകൾ, നൈട്രിക് ആസിഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഉപയോഗങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഈ നൈട്രിക് ആസിഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. പൊട്ടാസ്യം നൈട്രേറ്റ് അഥവാ സോഡിയം നൈട്രേറ്റ്, ഗാഢ സൾഫ്യൂരിക് ആസിഡ്, ഏതാണ് ഫോർമുല? H2SO4 അല്ലേ? സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർന്ന് ചൂടാക്കി നൈട്രിക് ആസിഡ് പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നു. അപ്പൊ നൈട്രിക് ആസിഡ് പരീക്ഷണശാലയിൽ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സ് ഏതാണ്? പൊട്ടാസ്യം നൈട്രേറ്റ് KNO3. പൊട്ടാസ്യം നൈട്രേറ്റ് അഥവാ അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റോ ഗാഢ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചൂടാക്കി നമുക്ക് എന്ത് ചെയ്യാം? നൈട്രിക് ആസിഡ് പരീക്ഷണശാലയിൽ നിർമ്മിക്കാം. ഓക്കെ. ഇനി 2 പ്രോസസ്സാണ് ഇവിടെ തന്നേക്കുന്നത്, വിഘടനം അതുപോലെ തന്നെ അയോണീകരണം. വിഘടനം എന്ന് പറഞ്ഞാൽ എന്താ? ആ പേരും കൊണ്ട് തന്നെ നമ്മൾ അറിയാം. അയോണുകൾ ജലത്തിൽ വേർപിരിയുന്ന ആ പ്രക്രിയക്കാണ് വിഘടനം എന്ന് പറയുന്നത്. അയോണുകൾ ജലത്തിൽ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേർപിരിയുന്ന പ്രക്രിയക്കാണ് വിഘടനം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അയോണീകരണം. എന്താണ് അയോണീകരണം എന്ന് പറഞ്ഞാൽ? ചാർജ് ഇല്ലാത്ത ഒരു തന്മാത്ര ലായനിയിൽ ചാർജുള്ള അയോണായി മാറുന്ന പ്രക്രിയക്കാണ് അയോണീകരണം എന്ന് പറയുന്നത്. ചാർജ് ഇല്ലാത്ത ഒരു തന്മാത്ര ലായനിയിൽ ചാർജുള്ള അയോണായി മാറുന്ന ആ പ്രക്രിയക്കാണ് അയോണീകരണം എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് 2 എന്താണെന്നൊന്ന് ആ പ്രോസസ്സ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മൾ നൈട്രിക് ആസിഡ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകത്തിന്റെ ജലീയ ലായനിയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകത്തിന്റെ ജലീയ ലായനി അറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ് അതിന്റെ തന്മാത്ര വാക്യം? ഏതാണ്? HCl ആണ് അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകത്തിന്റെ ജലീയ ലായനി ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ആമാശയഭിത്തിയിൽ നിന്ന് പുറപ്പെടുന്ന ഗ്യാസ്ട്രിക് നീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ആമാശയഭിത്തിയിൽ നിന്ന് പുറപ്പെടുന്ന ഗ്യാസ്ട്രിക് നീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ഇതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയാണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ്. ജലത്തില് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു വീര്യമുള്ള ഒരു ആസിഡാണ്. ജലത്തില് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു വീര്യമുള്ള ആസിഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എന്താണ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ അമോണിയ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ, NH4 എന്ന് വെച്ചാൽ അമോണിയ അല്ലെ, അമോണിയ NH3 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അമോണിയയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ NH4Clന്റെ ഒരു വെളുത്ത പുക ഉണ്ടാകുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതുമായിട്ട്? അമോണിയ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ NH4Clന്റെ ഒരു വെളുത്ത പുക അവിടെ ഉണ്ടാകുന്നു. പിന്നെ വീര്യം കുറഞ്ഞ ആസിഡുകളുടെ ലവണങ്ങളെ ഹൈഡ്രോക്ലോറിക് ആസിഡ് വിഘടിപ്പിക്കുന്നു. അതൊന്ന് നോട്ട് ചെയ്യുക. വീര്യം കുറഞ്ഞ ആസിഡുകളുടെ ലവണങ്ങളെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു? വിഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എത്ര ഇത് കഴിഞ്ഞു? നമ്മൾ 3 ആസിഡുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് പഠിച്ചു, പിന്നെ നൈട്രിക് ആസിഡ് പഠിച്ചു. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡും പഠിച്ചു. ഇനി നമ്മൾ കുറച്ച് ആസിഡുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ആസിഡുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ഫസ്റ്റ്, മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച അല്ലെങ്കിൽ കണ്ടെത്തിയ ആസിഡാണ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് ഏതാണ്? അസിറ്റിക് ആസിഡ് ആണ്. ഏതാണ്? അസിറ്റിക് ആസിഡ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് ഏതാണ്? അസിറ്റിക് ആസിഡ്. ഓക്കെ, ഇനി റബ്ബർ പാല്, നമുക്കറിയാം റബ്ബർ പാല് കട്ടി കൂട്ടാനായിട്ട് വേണ്ടി അതിൽ ചേർക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. ഏതാണ്? ഫോർമിക് ആസിഡ്. റബ്ബർ പാൽ കട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന ആ റബ്ബർ പാലിനോടൊപ്പം ആഡ് ചെയ്യുന്ന ആസിഡാണ് ഏത്? ഫോർമിക് ആസിഡ്. ഓക്കെ, ഏറ്റവും മധുരമേറിയ ആസിഡ് എന്നറിയപ്പെടുന്നത് സൂക്രോണിക് ആസിഡ് ആണ്. ഇതാണ് ഏറ്റവും മധുരമേറിയ ആസിഡ് എന്നറിയപ്പെടുന്നത് സൂക്രോണിക് ആസിഡ്. ഓക്കെ, ഇനി അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്ന ആസ്പിരിൻ ആണ്. അത് നമ്മൾ എന്താണ് ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ്. ആസ്പിരിൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ കുടിക്കുന്ന പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് ഓരോ ആസിഡുകളും അതിൽ ഏത് പദാർത്ഥങ്ങൾ ഏതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് നമ്മൾ പറഞ്ഞത്? പാലിൽ അല്ലേ? നമ്മൾ കുടിക്കുന്ന പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഏത്? ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ഇനി ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഇനി ഓരോ മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? അമിനോ ആസിഡുകളാണ്. മാംസ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? അമിനോ ആസിഡുകൾ. അമിനോ ആസിഡ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന വിറ്റാമിൻ സി. നമ്മൾ ഓരോ വൈറ്റമിൻസും പഠിച്ചു അല്ലേ? അപ്പോൾ അതിന്റെ വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്.
ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ഡൈല്യൂട്ടഡ് ഫീനോൾ എന്നറിയപ്പെടുന്ന ആസിഡ് കാർബോളിക് ആസിഡ് ആണ്. ഏതാണ്? ഡൈല്യൂട്ടഡ് ഫീനോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് കാർബോളിക് ആസിഡ്. കാർബോളിക് ആസിഡ്. ഓക്കെ, ഇനി നമ്മൾ നമുക്കറിയാം ചുവന്നുള്ളിയൊക്കെ നമ്മൾ തൊണ്ട് കളയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വേഗം വെള്ളം വരും അല്ലേ? അപ്പം ആ ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായിട്ടുള്ള ആസിഡാണ് സൾഫനിക് ആസിഡ്. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായിട്ടുള്ള ആസിഡാണ് ഇത് സൾഫനിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാണ്? ഫ്ലൂറോ ആന്റിമണിക് ആസിഡ് ആണ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്. അപ്പൊ ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡ് ഏതാണ്? ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡാണ് ഹൈഡ്രോ സയാനിക് ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാണ്? ഫ്ലൂറോ ആന്റിമണിക് ആസിഡ് ആണ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡാണ് ഹൈഡ്രോ സയാനിക് ആസിഡ്. ഹൈഡ്രോ സയാനിക് ആസിഡ്. ഓക്കെ, ഇനി 12 അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡ്സ് എന്നറിയപ്പെടുന്നത്. എന്താണ്? 12 അതിലധികമോ കൂടുതൽ ഓർഗാനിക് ഇത് കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആസിഡുകൾ. ഇത് ഒരു ഓർഗാനിക് ആസിഡാണ്. അതിലെന്താണ്? 12 അതിൽ കൂടുതലോ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആസിഡ് ഏതാണ്? ഫാറ്റി ആസിഡാണ്. ഫാറ്റി ആസിഡ്സ്. ഓക്കെ, ഇനി ഫുഡ് പ്രിസർവേറ്ററുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംയുക്തമാണ് സോഡിയം ബെൻസോയേറ്റും പൊട്ടാസ്യം സൾഫേറ്റും. ഇത് രണ്ടും ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്. ഇത് രണ്ടും ഫുഡ് പ്രിസർവേറ്ററുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അങ്ങ് ആസിഡ് റെയിൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ആസിഡ് റെയിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയൂല്ലേ മലയാളത്തിൽ, ആസിഡ് റെയിന് കാരണമായിട്ടുള്ള സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ് ആസിഡ് റെയിന് കാരണം. അപ്പോൾ ആസിഡ് റെയിന് കാരണമായിട്ടുള്ള സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും. ഓക്കെ, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കാം. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. ഏതാണ്? എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ്. മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഫോർമിക് ആസിഡ്. അപ്പോൾ രണ്ടും മാറിപ്പോരുത്, ശ്രദ്ധിക്കുക. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡും മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോർമിക് ആസിഡും ആണ്. ഫോർമിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ആസ്പിരിൻ. ആസ്പിരിൻ നമ്മൾ പറഞ്ഞു. എന്താണ്? അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആണ് ആസ്പിരിൻ. ഈ ആസ്പിരിനിലുള്ളത് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. അപ്പൊ ആസ്പിരിൻ എന്ന് പറയുന്നത് എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ആസ്പിരിൻ. ഓക്കെ, ഇനി നമ്മളിവിടെ നെക്സ്റ്റ് ഞാനിവിടെ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഓരോ ഫുഡ് ഐറ്റംസിലും ഒക്കെ ഫുഡ് ഐറ്റം ഒക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ നമ്മൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്? നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്കാന്നൊക്കെ പറയുന്നത് അല്ലേ? അച്ചാറുകളൊക്കെ ഇടാൻ നേരത്ത് അച്ചാറുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിനാഗിരി. ഈ വിനാഗിരി എന്ന് പറയുന്നത് ഏത് ആസിഡാണ്? അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരി എന്നറിയപ്പെടുന്നത് വിനാഗിരി ഏത് ആസിഡാണ്? അസറ്റിക് ആസിഡ്. പിന്നെ നമുക്ക് ഈ ചെസ് ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മൾ അല്ല ക്യാരംസ്, ചെസ് അല്ല ക്യാരംസ് ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ഈ ക്യാരംസ് ബോർഡിൽ ഒരു പൗഡർ ഇടും അല്ലേ? ഒരു പൊടി അല്ലേ? ഒരു പൊടി നമ്മൾ അത് വിതറാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ക്യാരംസ് ബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന ആ പൗഡർ അത് ഏതാണ്? ബോറിക് ആസിഡ് ആണ്. ഏതാണ്? ബോറിക് ആസിഡ്. ക്യാരംസ് ബോർഡിൽ ഉപയോഗിക്കുന്ന പൗഡർ ഇതാണ് ബോറിക് ആസിഡ്. ഇനി നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റുകൾ അല്ലേ? കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ളതാണ് ചോക്ലേറ്റ്സ് ഒക്കെ അല്ലേ? ഈ ചോക്ലേറ്റ്സിലും അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ്. ചോക്ലേറ്റ്, നേന്ത്രപ്പഴം എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. നെക്സ്റ്റ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോ സയാനിക് ആസിഡാണ്. ഹൈഡ്രോ സയാനിക് ആസിഡ്. ഇനി പാം ഓയിൽ ഏതാണ്? അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. പാൽ
പാൽമിക് ആസിഡ് ആണ്. പാം ഓയിൽ എന്ന് പറയുമ്പോൾ ഓർക്കുക, രണ്ടും പാ വെച്ചാണ് തുടങ്ങുന്നത്. അങ്ങനെ അപ്പോൾ ഏതാണ് പാൽമെറ്റിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത സോഡാജലം. സോഡയിൽ ഏതാണ്? കാർബോണിക് ആസിഡ് ആണ്. സോഡാജലത്തിൽ കാർബോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഐവാഷ്. ഐവാഷ് ചെയ്യുന്നതൊക്കെ ഉപയോഗിക്കുന്നത് ബോറിക് ആസിഡ്. ഓർത്ത് വയ്ക്കുക, ഐവാഷ് അതിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബോറിക് ആസിഡ് ആണ്. ബോറിക് ആസിഡ്. നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മുടെ മണ്ണിലൊക്കെ ഉള്ള ആസിഡാണ് ഫ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫ്യൂമിക് ആസിഡ് മണ്ണിലൊക്കെ കാണപ്പെടുന്ന ആസിഡാണ് ഫ്യൂമിക് ആസിഡ്. പിന്നെ വെണ്ണ, നെയ്യ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ബ്യൂട്ടറിക് ആസിഡ്. ബ്യൂട്ടറിക് ആസിഡ്. ഇനി നെക്സ്റ്റ് ആപ്പിളിൽ ഏതാണ്? നമ്മൾ കഴിക്കുന്ന ആപ്പിളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. ഏതാണ്? മാലിക് ആസിഡ്. ആപ്പിൾ ഏതാണ്? മാലിക് ആസിഡ്. ഇനി നെക്സ്റ്റ് പുളി, അതുപോലെ തന്നെ മുന്തിരി ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് അതൊക്കെ ഒരു പുളിരസമാണ് അല്ലെ. പുളിയിൽ അതുപോലെ മുന്തിരിയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, ഇനി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ്. ഓക്കെ, ഇനി കൊഴുപ്പ്, എണ്ണ എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സ്റ്റീറിക് ആസിഡ്. ആണ് സ്റ്റീറിക് ആസിഡ്. കൊഴുപ്പ്, എണ്ണ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സ്റ്റീറിക് ആസിഡ്. നെക്സ്റ്റ് തേയില. നമ്മൾ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തേയില അല്ലെ. ഈ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. എന്താണ്? തേയില ടാനിക് ആസിഡ്. ഓക്കെ, ഇനി തേങ്ങയിൽ അടങ്ങിയിരിക്കുകയാണ് കാപ്രിക് ആസിഡ്. എന്താണ്? കാപ്രിക് ആസിഡ്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാപ്രിക് ആസിഡ്. ഓക്കെ, നെല്ലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫൈറ്റിക് ആസിഡ്. എന്താണ്? ഫൈറ്റിക് ആസിഡ്. പിന്നെ ഉറുമ്പ്, അതുപോലെ ഉറുമ്പിൻ്റെയൊക്കെ ശരീരത്തിൽ തേനീച്ച ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്. തേനീച്ചയിലൊക്കെ കാണപ്പെടുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഏതാണ്? ഉറുമ്പ്, തേനീച്ച ഇതിൻ്റെയൊക്കെ ശരീരത്തിലുള്ളതാണ് ആസിഡാണ് ഇത് ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോർമിക് ആസിഡ്. പിന്നെ അടുത്ത് നമ്മൾ നാരങ്ങ, ഓറഞ്ച് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡാണ്. നാരങ്ങയിലും ഓറഞ്ചിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് തൈര്, മോര് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ്. തൈര്, മോര് ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ബാറ്ററി, കാറിൻ്റെ ബാറ്ററികളിലൊക്കെ ഉള്ള ആസിഡാണ് സൾഫ്യൂരിക് ആസിഡാണ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. H2SO4 അല്ലേ, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ കാർ ബാറ്ററിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. പിന്നെ മാംസ്യത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ്? അമിനോ ആസിഡുകളാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് നോക്കിയത്? നമ്മൾ ഓരോ പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെ ആസിഡുകളാണ് അതിലുള്ളതെന്നുമാണ് നമ്മൾ നോക്കിയത്. അപ്പം നമ്മൾ ആസിഡും ആൽക്കലി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഏതാണ്? ആസിഡുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ആസിഡുകളെ കുറിച്ച് പഠിച്ചു. അതിൽ നമ്മൾ പ്രധാനമായിട്ട് 3 ആസിഡുകൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പിന്നെ സൾഫ്യൂരിക് ആസിഡ്, ഇത് 3 നമ്മൾ പഠിച്ചത് ആസിഡ്സുകൾ അല്ലേ. അപ്പോൾ അതും അതിൻ്റെ സവിശേഷതകൾ ഒക്കെയാണ് നമ്മൾ നോക്കിയത് അല്ലേ. അപ്പോൾ ഇന്ന് ഈ 2 ക്ലാസ്സോടുകൂടി നമുക്ക് ആസിഡുകൾ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ ആൽക്കലികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുക, നോട്ട്സുകളൊക്കെ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക, അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.